ഹായ് ഗായ്സ്, എല്ലാവർക്കും ഫിഷിംഗ് സർവീസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു നൈറ്റ് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. പുതിയൊരു ടോർച്ചൊക്കെ മേടിച്ച് നമ്മൾ സ്ലിംഗ് ഷോട്ടുമായിട്ട് ഇറങ്ങിയേക്കണത്. ഞാൻ സ്ലിംഗ് ഷോട്ട് നൈറ്റ് അങ്ങനെ അടിച്ച് നോക്കിയിട്ടില്ല, എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മുഷിയുള്ളൊരു സ്പോട്ടിലാണ് വന്നേക്കണത്. ഏതായാലും കൈയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. പറഞ്ഞ ഏതായാലും ലാഗാക്കണില്ല. ഓക്കെ, കമോൺ. സാറേ ഇപ്പം എടുത്ത് ഇങ്ങോട്ടെ അപ്പോൾ ഒരു കിടില സാധനത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലത്തിൻ്റെ മേളിൽ നിന്ന് അടിച്ചേക്കണം. താഴത്തോട്ട് ടോർച്ചടിക്കണം. നീ എന്നെ ടോർച്ചടിക്കുന്ന ഇത് കണ്ടോ, വലിച്ചാൽ കാട്ടി കൊണ്ട് കയറ്റിയേക്കണം. നമുക്ക് ഇവനെ എങ്ങനെയെങ്കിലും വലിച്ചിറക്കണം. അതാണിപ്പോൾ ഉള്ള റിസ്ക് പരിപാടി. മിക്കവാറും താഴെ ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നത്. വലിച്ചുകൊണ്ട് അകത്ത് കയറ്റി വെച്ചേക്കുക. ഉള്ള കിടുക്കനൊരു സാധനമാണ്. എന്തിനാ കാണുന്നില്ലല്ലോ. തണ്ടാളിയാ ഞാനാ ഈ വണ്ട കിടക്കുന്ന ഈ പോച്ചാത്ര കാണുന്നുണ്ട്. ഇവര് ചുവപ്പും കാണുന്നുണ്ട്. ഇതിന്റെ ആളി ഇത് കൊള്ളാൻ കട്ടായിട്ടോ. വലിക്കണതല്ല, അവനൊന്ന് തളയട്ടെ. അതിന്റെ പുറത്തിട്ട് ടോർച്ച് വെച്ചാൽ എന്തോരം കേറിട്ടുണ്ടോ നോക്കട്ടെ. ഫുള്ള് കേറിയിട്ടില്ല. പുള്ളിനെ വലിച്ചെടുത്ത ചാടിപ്പോളത്. അങ്ങോട്ട് ആ കരയിലൊക്കെ ഒന്ന് ടോർച്ച് വെച്ചാ കര തന്നെ ഇത് തന്നടാ. എങ്ങനെ ചാടാനാ? അങ്ങോട്ട് ഇറങ്ങലാണ്. അപ്പുറത്തോടെ കയറ്റാം. അളിയാ ഏതല്ലേ ഈ ഇപ്പുറത്ത് പോയിട്ട് എന്റെ പോണം. കല്ലിന്റെ അടി കയറിടാ. അത് അതാ ലൂസ് ആക്കിടാ. സൗണ്ട് കിട്ടില്ലേ കിറന്ന് പറഞ്ഞു പോയത്. റിസ്ക് എടുക്കാൻ അജയ് കൊണ്ടേ പറ്റൂ. ഇല്ല, ഗ്രിപ്പർ ഒന്ന് എടുത്തിക്കാടാ കേട്ടോ. ഹെവി വൺ അടിച്ച് കയറ്റണം മക്കളെ. വേണ്ടി വന്നിട്ട് കാണിച്ചു തരാം. നൈറ്റ് ഫിഷിംഗ് അല്ല ഫസ്റ്റ് മീൻ കേട്ടാ. ഒരു 2 കിലോ എടുത്തോണ്ട് സാധനം കേട്ടോ. കിടുക്കനൊരു മുഷി. കൊള്ളാല്ലേ, കാണാൻ പറയണുണ്ടോ? ഓക്കെ, ഡാറ്റ് കയറിയേക്കണം. നോക്കി ഹെവി വൺ. ഏതായാലും നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോയേക്കാം. അപ്പോൾ നമ്മളിത് അടുത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് മാറി വേറെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ സ്ഥിരം വരാൻ തുടങ്ങിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം മീൻ നിൽപ്പുണ്ട്. നമുക്ക് അടിച്ചു നോക്കാൻ കിട്ടുമോ ഇല്ലെന്നൊന്നും ഉറപ്പില്ല. നൈറ്റ് ആയ കാരണം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു ടോർച്ചിൻ്റെ വെട്ടത്തിലാണ്. അപ്പം പോരായ്മ ഉണ്ടായിരിക്കും. അതൊക്കെ ക്ഷമിച്ച് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഏതായാലും നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോയേക്കാം. എന്തിരിയാൻ പറ്റൂടാ. മറങ്ങടിയാണ്
തന്നെ നടക്കും റോക്കറ്റ്. അങ്ങനെ നമ്മൾ അടുത്തവനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നൈറ്റ് നമ്മുടെ രണ്ടാമത്തെ മുഷി, കുഞ്ഞ മുഷി ചെറുതാട്ടോ. നൈറ്റായ കാരണം പിന്നെ നമുക്ക് ചെറുതാണോ വലുതാണോ ഒന്നും കാണാൻ പറ്റണല്ലോ. കിട്ടണ ഒരു ഇതിൽ വെച്ച് അടിച്ചു വിടണമെന്നാണ്. ടോർച്ചിന് വെട്ടം കാണുമ്പോഴും ഒരു ജെറ്റ് സർവീസ് ആട്ടോ. സ്പീഡ് ബോട്ടിന് പോലും ഇത്ര സ്പീഡ് തന്നെയാണ്. ചോര ഇറങ്ങുന്നത് ഗൈസ്. ഈ വന്നിട്ട് എന്റെ കുഞ്ഞു കുടലാണ്, ചെറു കുടലാണ്. നമ്മുടെ 2 മീനിന്റെ താഴെ ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അടുത്ത ഷൂട്ടിലോട്ട് പോകുക കേട്ടോ. അവിടെ ബ്രൈഡ് ഒന്ന് ഇടയ്ക്ക് കെട്ടായിരുന്നു, അത് കാരണം കുറച്ച് ലാഗായി. മഴയും പെയ്യുന്നുണ്ട്, മഴ പൊടിക്കുന്നുണ്ട്. മനസ്സിലായേ? അപ്പോൾ ഗായ്സ് നമ്മൾ ഡേ 2 ഇറങ്ങിയൊക്കെയാണ് കേട്ടോ സ്ലിംഗ് ഷോട്ടുമായിട്ട്. ഇന്നലെ നമുക്ക് മഴ പെയ്ത്, അതുപോലെ തന്നെ പുതിയ ടോർച്ച് മേടിച്ചതിൻ്റെ വെട്ടം തീർന്ന് കുത്തിയിടാണ്ട് വന്നിട്ടെന്ന് കാരണം ഇന്നിപ്പോൾ 2ാമത്തെ ദിവസം നമ്മൾ സ്ലിംഗ് ഷോട്ട് അടിക്കാൻ ഇറങ്ങിയേക്കാണ്. പിന്നെ അത് നമ്മുടെ ഡാർട്ടിൻ്റെ തുഞ്ചൊക്കെ അത്യാവശ്യം പോയി കേട്ടോ. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം സാധനം. ഏതായാലും നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാൻ പോയി വല്ലതും കിട്ടുമോ. ഇന്ന് നമ്മൾ മുഷീനെ ഒന്നും നോക്കണില്ല, സിലോപ്പിനെ മാത്രം നോക്കി ഇറങ്ങും കേട്ടോ. നമുക്കിത് സിലോപ്പിയാണ് നമ്മുടെ ടാർഗറ്റ്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗായ്സ് പുറത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുഷീനെ അടിക്കണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടും എന്നാ ചെയ്യാനാ, കൺമുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ അടിച്ചോന്നും പറഞ്ഞ് നിൽക്കുക. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അത്യാവശ്യം സൈസ് ഉണ്ട്. പായലിനകത്ത് കയറി. പെട കണ്ട അങ്ങനല്ല. അല്ലടാ അത്യാവശ്യം സൈസടാ. ഈ ചോട്ടിലടിച്ചടാ, എൻ്റെ ഓളടിച്ചതാ. ഗായ്സ് അപ്പോൾ അതെ നമ്മുടെ ഡേ 2 ഫസ്റ്റ് രാത്രി കളഞ്ഞ് കയറിയേക്കാൻ നോക്കി. അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട് കേട്ടോ. ഒരു 1.5 കിലോ സൈസുള്ള ഒരു മുഷിയാണ് കിട്ടിയേക്കണത്. അതിലൊക്കെ നോക്കി മീശയൊക്കെ കിടക്കണുണ്ട്. മീശ മൊത്തം മണ്ണായിട്ടുണ്ട് കേട്ടോ. നല്ല തീറ്റ നിന്നിട്ട് കിടക്കാമെന്ന് തോന്നുന്നു. വയറൊക്കെ തീർത്തിരിക്കണം നോക്കി. ഏതായാലും നമുക്ക് എൻ്റെ ഡാട്ടയ്ക്ക് ഇനി ഊരി എടുക്കലാണ് ഇച്ചിരി റിസ്ക്. ഡാട്ടിങ് എങ്ങനെ ഊരി എടുക്കുക? ഇപ്പുറത്തോട്ട് വന്നിട്ടില്ലേ? ഇപ്പുറത്ത് വന്നിട്ടില്ല, പകുതിക്ക് കയറി നിൽക്കുക. ലോക്കാണെങ്കിൽ നല്ല ലോക്കുമായി നിൽക്കുക. എടാ ഇന്നലെ ആ കട്ട് ചെയ്തിട്ട് ബ്ലേഡോടെ ഇട്ടു. ഇടി വിടി വിടി ഇനി വിടി ഇനി വിടി. ഓ വള്ളിയാടാ, ഓടാ കിട്ടിയടാ. നാടൻ വരാൽ, നാടൻ വരാൽ. തല വെച്ച് നമ്മൾ നേരായിട്ട് നോക്കി നടക്കിയിരുന്നു നാടൻ വരാൽ. ഈ റോട്ടിലെ നമ്മുടെ ഫസ്റ്റ് വരാൽ. ഫസ്റ്റ് അല്ല മോനെ, ഡാമിന്ന് കിട്ടിയായിരുന്നു. അത് ഇത്രയൊന്നും ഇല്ലായിരുന്നു, ചെറുതായിരുന്നു. നമ്മുടെ തനി നാടൻ വരാൽ കേട്ടോ. കുറേ നേരമായിട്ട് 2-3 കണ്ടിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഷോട്ട് പറഞ്ഞാൽ മറ്റല്ലാത്തത് ഇത്ര കണ്ടുള്ളു. ഈ ഒരു ഭാഗമേ കണ്ടുള്ളു, അതൊരു പുല്ലിൻ്റെ അടിയിൽ. ഡാർട്ട് പാലയില ഇപ്പുറത്ത് ഇറങ്ങി. അളിയ മുഷീനെ ഇടുന്ന പോലെ ഇവനെ നമുക്ക് സൈഡിലിടാൻ പറ്റിയില്ല. കാരണം ഇവൻ ചാട്ടത്തിൻ്റെ മെയിനാണ്. അതുകൊണ്ട് ആ കൈയോടെ കവറങ്ങ് തുടങ്ങാം. ആ ഗ്രിപ്പർ അങ്ങനെ ഇട്ട് വെച്ചാൽ പോരെ? ഇത് നമ്മുടെ വരാലിനെ നമ്മൾ കവറിലേക്ക് ആക്കുവാണ്. ഇവിടെ വരാലിട്ടാക്കിയ വരാലിന് വരാലി
മുഷിക്കുട്ടനൊരു കൂട്ടായിക്കോട്ടെ. കൂട്ടായിക്കോട്ടെ. ഇറങ്ങിപ്പോന്നില്ല അത് ഊരി. ഓ പിടയ്ക്കുന്ന പിട കണ്ടാ. ഇനി നമുക്ക് വരാല് ദിവസം കേട്ടാ. നമുക്കിന്ന് വരാലിൻ്റെ ദിവസം. നമ്മൾ സിലോപ്പിനെ ലക്ഷ്യമിട്ട് വന്ന് മുഷീനെ അടിച്ച് പിന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത വരാലിനെ അടിച്ചു. അതിപ്പോ രണ്ടാമത്തെ വരാല്. അതെ ഗിരിപ്പറിങ് എടുത്തറ. കഴിച്ചപ്പോഴേ നമ്മുടെ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ നാടൻ വരാല് കേട്ടാ. വെട്ടിനെക്കാട്ടി നല്ല സൈസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മുഴുത്ത വരാല് തന്നെ. ഒരു 3/4 കിലോ ഒക്കെ അടുത്ത് സൈസ് തന്നെ ഉണ്ട്. കിടിലം നാടൻ വരാല് കേട്ടാ. തലയുടെ സൈസ് നോക്കി കാറ്റ് കയറിയൊക്കെ നോക്കി കിടിലുണ്ട്. കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് ആകാശ്? ആകാശ് കുറേ നേരമായിട്ട് ഇവന്മാരെ അടിക്കണം എന്ന് പറഞ്ഞ് വാശി വെച്ച് നടക്കുകയായിരുന്നു. നല്ല ദേഷ്യം വരുത്തില്ല. ജാട്ടിപ്പുറത്ത് ഇറങ്ങിയടാ. ഇല്ല ടാസ്കാണ്. ലാസ്റ്റ് ഇച്ചിരി ടാസ്ക് കളിയാ. ഏതായാലും നമുക്ക് ഇവനെ എടുത്ത് ഇട്ടിട്ട് അടുത്ത മീനെ നോക്കാം. എന്നിട്ട് പോയി അങ്ങോട്ട് അല്ലടാ അങ്ങോട്ട് എന്താ പോടാ. ഇതിപ്പോൾ എളുപ്പമായില്ലേ? എളുപ്പമായില്ലേ? ടയേർഡ് നമുക്ക് തിരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. കുറേ നേരമായി നോക്കി നടക്കണം. അങ്ങോട്ട് പോരും ഇങ്ങനെ പോരും. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വരാലിനെ അടിച്ചിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡാട്ടിനൊരു വളവ് വന്ന കാരണം അടിച്ചിട്ട് അങ്ങ് കയറണില്ലായിരുന്നു. കൊയ്യോ അളിയാ കേട്ടാ. ഇത് കണ്ടോ ജസ്റ്റ് തൊലി വഴി കയറി വന്നത്. എന്നിട്ട് ഡാട്ടൊന്ന് വളഞ്ഞത് കാരണം കറക്റ്റ് അടി കയറണില്ല നമുക്ക്. നമ്മുടെ അടുത്ത വരാല് അവിടെ അടങ്ങി കിടക്കടാ. നിൻ്റെ കഥ കഴിഞ്ഞു മോനെ. ഇനി നിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. വേണ്ട ഇതിലും വലിയവന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയമാര് പാടായി. ഇവനിക്ക് അഹങ്കാരം കൊള്ളല്ലേ. എത്ര തവണ ചാടിപ്പോയവൻ എസ്കേപ്പ് അടിച്ച്. നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വരാല് കേട്ടാ. അത് ടാർഗറ്റ് മൊത്തം വരാലിലേക്കാക്കി. ആകാശിൻ്റെ അഭ്യർത്ഥന മാനിച്ച്. അതെ അതാണ് ആകാശിൽ നിന്നാണ് നല്ല രാശി കയറി നിൽക്കുകയായിരുന്നു വരാലിനെ തന്നെ അടിക്കണം. പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. പട്ടാപ്പടിയെന്ന് അടി ഇതാണ് അടി. ഇത് പോയ പോക്കാണോടാ തോന്നുന്നത്. ഓ നമ്മൾ ഒരെണ്ണത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടാ. കാശ് നല്ല മുഴുത്തതാണ്. നല്ല പിടി പിടിക്കുന്നുണ്ട്. കണ്ടാ എൻ്റെ സൈസ്.
എന്താ പൊന്നെ കിട്ടുന്നൊരു സാധനത്തിനെ കയറ്റിട്ടുണ്ട് കേട്ടാ. അടുത്തൊരു ഹെവി സൈസ് ഫിഷ്. എന്താ പൊന്നെ ഗ്രിപ്പർ എടുത്തിട്ട് വന്നിട്ട് മീനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റ് ഫിഷിങ് കഴിഞ്ഞ് ഇതിപ്പോൾ 3ാമത്തെ ദിവസം. ഇന്നും നമ്മൾ നൈറ്റ് നോക്കാൻ വേണ്ടി തന്നെ ഇച്ചിരി നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ. പണി കഴിഞ്ഞ് നേരത്തെ ഇങ്ങനെ ഇറങ്ങിയതാ. തോളഞ്ഞെങ്കിൽ ഇപ്പറം വന്നോണ്ട് എളുപ്പമായി. അപ്പുറത്ത് ഒന്നല്ലേ സൈസ് ഉണ്ടോ പൊട്ടക്ക സൈസ്. എത്ര ആണ് കളിയത്? ഒരു 2 കിലോ ഉണ്ട്. 2 കിലോ പ്ലസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇരിപ്പിട്ടാടാ സാർ. മീനെ കാണിച്ചേക്ക്. ഹെവി സൈസ് ആയിരുന്നു കേട്ടല്ലേ. ഹെവി സൈസ് അങ്ങനെ ഉള്ളു. ഇതുണ്ട നല്ല കിടുക്ക സാധനം കേട്ടെ. ഇച്ചിരി താത്തേക്ക് ആ കണ്ട സൈസ് കണ്ട. കറക്റ്റ് ഞാൻ സൈസ് കാണിച്ചു തരാം കേട്ടോ. കാലിൻ്റെ സൈസ് വെച്ച് നോക്കി ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ. ഏതായാലും നല്ല കിടുക്കനൊരു സൈസ് കയറിയിട്ടുണ്ട്. കൊള്ളാം. ഇനിയിപ്പോൾ